ബേസിക് സയൻസ് ടെക്സ്റ്റ് പുസ്തകങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. എല്ലാ കൂട്ടുകാർക്കും ബയോസ്ട്രിപ്സ് മീഡിയ ചാനലിലേക്ക് സ്വാഗതം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: താഴെ പറയുന്നവയിൽ ലോഹങ്ങളുടെ പ്രത്യേകത അല്ലാത്തത് ഏത്? പ്രകാശ സാന്ദ്രത, മാലിയബിലിറ്റി, സൊണാരിറ്റി, ഡക്റ്റിലിറ്റി. ലോഹങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ് മാലിയബിലിറ്റി എന്ന് പറയുന്നത്. ലോഹങ്ങളെ അടിച്ചു പരത്തി കനം കുറഞ്ഞ തകിടുകളാക്കി മാറ്റാൻ സാധിക്കുന്നു എന്ന സവിശേഷതയാണ് മാലിയബിലിറ്റി. അതുപോലെ തന്നെ ലോഹങ്ങളെ വലിച്ചു നീട്ടി കനം കുറഞ്ഞ കമ്പികളാക്കി മാറ്റുവാനുള്ള കഴിവാണ് ഡക്റ്റിലിറ്റി. കട്ടിയുള്ള വസ്തുക്കൾ കൊണ്ട് ലോഹത്തിൻ്റെ പ്രതലത്തിൽ തട്ടുന്ന സമയത്ത് ശബ്ദം പുറപ്പെടുവിക്കാനുള്ള കഴിവാണ് സൊണാരിറ്റി എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ആൻസർ പ്രകാശ സാന്ദ്രത എന്ന് പറയുന്നതാണ് ലോഹങ്ങളുടെ പ്രത്യേകത അല്ലാത്ത ഒരു സവിശേഷത. ക്വസ്റ്റ്യൻ നമ്പർ 2. അറ്റോമിക നമ്പർ 19 ഈ മൂലകം ആവർത്തന പട്ടികയിൽ എത്രാമത്തെ ഗ്രൂപ്പിലും പീരിയഡിലുമാണ് വരുന്നത്? പൊട്ടാസ്യത്തിൻ്റെ അറ്റോമിക നമ്പറാണ് 19. പൊട്ടാസ്യത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം നമുക്ക് നോക്കാം. 2, 8, 8, 1. ഏറ്റവും പുറമേയുള്ള ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം 1 അതുകൊണ്ട് പൊട്ടാസ്യം വരുന്നത് 1ാമത്തെ ഗ്രൂപ്പിലാണ്. ഇനി മൊത്തം ഷെല്ലുകളുടെ എണ്ണം നോക്കാം. 1, 2, 3, 4. 4 ഷെല്ലുകളാണ് ആകെ വരുന്നത്. അപ്പം അതുകൊണ്ട് പൊട്ടാസ്യം എത്രാമത്തെ പീരിയഡിലായിരിക്കും? 4ാമത്തെ പീരിയഡിലാണ് പൊട്ടാസ്യം വരുന്നത്. നെക്സ്റ്റ് വൺ: വജ്രത്തിൻ്റെ ശുദ്ധത തിരിച്ചറിയാൻ സഹായിക്കുന്ന കിരണം. വജ്രത്തിൻ്റെ ശുദ്ധത തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന കിരണമാണ് അൾട്രാ വയലറ്റ് കിരണങ്ങൾ. നെക്സ്റ്റ് വൺ: 17ാം ഗ്രൂപ്പ് മൂലകങ്ങളെ ഡാഷ് എന്ന് വിളിക്കുന്നു. 17ാം ഗ്രൂപ്പ് മൂലകങ്ങളാണ് ഹാലജനുകൾ എന്നറിയപ്പെടുന്നത്. സൂര്യപ്രകാശത്തിൻ്റെ താപത്തിന് കാരണമായ വികിരണം. ഇൻഫ്രാറെഡ് വികിരണങ്ങളാണ് സൂര്യപ്രകാശത്തിൻ്റെ താപത്തിന് കാരണമായ രശ്മികൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: സമപ്രവേഗത്തിലുള്ളൊരു വസ്തുവിൻ്റെ ത്വരണം. ചലനത്തിലുള്ളൊരു വസ്തു തുല്യ സമയ ഇടവേളകളിൽ തുല്യ ദൂരം സഞ്ചരിക്കുകയാണെങ്കിൽ ആ വസ്തു സമപ്രവേഗത്തിൽ ആണെന്ന് പറയാം. പ്രവേഗമാറ്റത്തിൻ്റെ നിരക്കിനെയാണ് ത്വരണം എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ സമപ്രവേഗത്തിലുള്ളൊരു വസ്തുവിൻ്റെ ത്വരണം എല്ലായ്പ്പോഴും 0 ഒരു വസ്തു നിശ്ചലാവസ്ഥയിൽ നിന്ന് യാത്ര ആരംഭിക്കുമ്പോഴും നിർബാധം താഴേക്ക് പതിക്കുമ്പോഴും അതിൻ്റെ ആദ്യ പ്രവേഗം 0 ഒരു വസ്തു നിശ്ചലാവസ്ഥയിലാകുമ്പോൾ ആ വസ്തുവിൻ്റെ അന്ത്യപ്രവേഗവും 0 അതുപോലെ മുകളിലേക്ക് എറിയപ്പെടുന്ന വസ്തുക്കൾ അതിൻ്റെ സഞ്ചാരപഥത്തിലെ ഏറ്റവും ഉയർന്ന സ്ഥാനത്തെത്തുമ്പോൾ അന്ത്യപ്രവേഗം 0 നെക്സ്റ്റ് വൺ: ദ്രാവകമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. ദ്രാവകമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് മാനോമീറ്റർ. നെക്സ്റ്റ് വൺ: 10 കിലോഗ്രാം മാസുള്ള ഒരു വസ്തുവിൻ്റെ ഭാരം എത്ര? ഒരു വസ്തുവിലടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവാണ് മാസ് എന്ന് പറയുന്നത്. ഒരു വസ്തുവിനെ ഭൂമി അതിൻ്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്ന ബലമാണ് ആ വസ്തുവിൻ്റെ ഭാരം. മാസിനെ ഭൂഗുരുത്വ ത്വരണം കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് ഒരു വസ്തുവിൻ്റെ ഭാരം ലഭിക്കുന്നതാണ്. എല്ലാ വസ്തുക്കളെയും ഭൂമി അതിൻ്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്നു. ഭൂമി വസ്തുക്കളെ ആകർഷിക്കുന്നത് കാരണം വസ്തുക്കൾക്ക് ഒരു ത്വരണമുണ്ടാകുന്നു. ഈ ത്വരണമാണ് ജി അല്ലെങ്കിൽ ഭൂഗുരുത്വ ത്വരണം എന്ന് പറയുന്നത്. ജിയുടെ വാല്യൂ എന്ന് പറയുന്നത് 9.8 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ. അപ്പോൾ നമുക്കൊരു വസ്തുവിൻ്റെ ഭാരം കാണുന്നതിനായി മാസും ഈ ജിയുടെ വാല്യൂവും തമ്മിൽ ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭാരം ലഭിക്കുന്നതാണ്. ഇവിടെ തന്നിരിക്കുന്ന വസ്തുവിൻ്റെ മാസ് 10 10നെ 9.8 കൊണ്ട് ഗുണിക്കുന്ന സമയത്ത് നമുക്ക്
ലഭിക്കുന്ന വാല്യൂ ആണ് ആ വസ്തുവിൻ്റെ ഭാരം, അതായത് 98 കിലോഗ്രാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈദ്യുതോർജം യാന്ത്രികോർജമാക്കി മാറ്റുന്ന ഉപകരണം അല്ലാത്തത് ഏത്? വൈദ്യുത മോട്ടോർ വൈദ്യുതോർജത്തെ യാന്ത്രികോർജമാക്കി മാറ്റുന്ന ഒരു ഉപകരണമാണ്. അതുപോലെ ഫാൻ, മിക്സി എന്നിവയും വൈദ്യുതോർജത്തെ യാന്ത്രികോർജമാക്കിയാണ് മാറ്റുന്നത്. അതേസമയം ഹീറ്റർ വൈദ്യുതോർജത്തെ താപോർജമാക്കി മാറ്റുന്ന ഒരു ഉപകരണമാണ്. നെക്സ്റ്റ് വൺ, വൈദ്യുത സിഗ്നലുകളുടെ ശക്തി വർദ്ധിപ്പിക്കുന്ന ഉപകരണം. ആംപ്ലിഫയർ ഉപയോഗിച്ച് നമുക്ക് വൈദ്യുത സിഗ്നലുകളുടെ ശക്തി വർദ്ധിപ്പിക്കാവുന്നതാണ്. നെക്സ്റ്റ് വൺ, പ്രകാശ സംശ്ലേഷണത്തിൽ ഇരുണ്ട ഘട്ടം നടക്കുന്നത് എവിടെ വെച്ചാണ്? ഹരിതകണത്തിലെ സ്ട്രോമയിൽ വെച്ചാണ് ഇരുണ്ട ഘട്ടം നടക്കുന്നത്. അതുപോലെ ഗ്രാനയിൽ വെച്ചാണ് പ്രകാശഘട്ടം നടക്കുന്നത്. മുലപ്പാൽ ചുരത്താനും ഗർഭാശയം സങ്കോചിപ്പിക്കാനും സഹായിക്കുന്ന ഹോർമോൺ. ഓക്സിറ്റോസിനാണ് ഗർഭാശയ ഭിത്തികളുടെ സങ്കോചത്തിനും മുലപ്പാൽ ചുരത്തുന്നതിനും സഹായിക്കുന്ന ഹോർമോൺ. നെക്സ്റ്റ് വൺ, പരിസ്ഥിതി സംരക്ഷണത്തിനായുള്ള 3 Rs എന്തിനെ സൂചിപ്പിക്കുന്നു? റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ എന്നിവയെയാണ് 3 Rs സൂചിപ്പിക്കുന്നത്. ഒരു വശത്തേക്കുള്ള ചലനം മാത്രം സാധ്യമാകുന്ന അസ്ഥിസന്ധി. വിജാഗിരി സന്ധി അല്ലെങ്കിൽ ഹിഞ്ച് ജോയിന്റുകളിലാണ് ഒരു വശത്തേക്ക് മാത്രമുള്ള ചലനം സാധ്യമാകുന്നത്. നമ്മുടെ കൈമുട്ട് സന്ധിയും അതുപോലെ കാൽമുട്ടിലെ സന്ധിയും വിജാഗിരി സന്ധികൾക്ക് ഉദാഹരണങ്ങളാണ്. നെക്സ്റ്റ് വൺ, ചെവിയിലെ അർദ്ധവൃത്താകാര കുഴലുകൾ അല്ലെങ്കിൽ സെമി സർക്കുലർ കനാൽസിന്റെ ധർമ്മം. നമ്മുടെ ശരീരത്തിന്റെ തുലനനില പാലിക്കാൻ സഹായിക്കുന്ന ചെവിയിലെ ഭാഗമാണ് അർദ്ധവൃത്താകാര കുഴലുകൾ. നമ്മുടെ ചെവിക്കകത്തുള്ള കോക്ലിയയാണ് കേൾവിയെ സഹായിക്കുന്ന ഭാഗം. ബേസിക് സയൻസിലെ ചില പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ ഇവിടെ ചർച്ച ചെയ്തത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.